എങ്ങനെ ഡെയിലി ഗോൾ പ്രാക്ടീസ് വീട്ടിൽ തുടങ്ങാം? ഇതാണ് ഇന്നത്തെ വിഷയം. ആദ്യം കുട്ടിയോട് സ്നേഹത്തോടെ ചോദിക്കൂ, കുഞ്ഞിന് പഠിക്കാൻ സമയമായോ? നമുക്കൊന്നിരുന്നാലോ? കുട്ടി ഒരു മറുപടി പറയും. അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അമ്മേ എപ്പോഴാണ് ഇരിക്കേണ്ടതെന്ന് കുട്ടി ചോദിക്കും തിരിച്ച്. ഇന്ന് നമുക്കൊരു ചെറിയ ഗോൾ വെച്ചാലോ? ആ ഗോൾ വളരെ ചെറുതായിരിക്കണം. ഇന്ന് 5 ന്യൂ വേർഡ്സ് പഠിക്കുക, 2 സം ചെയ്യുക, 1 പേജ് വായിക്കുക, ഒരു കവിത പഠിച്ചത് ആവർത്തിച്ചൊന്ന് വായിക്കുക. ഇതൊക്കെ ആയാലോ? തീർച്ചയായിട്ടും കുട്ടി നിങ്ങളുടെ കൂടെ കൂടും. ഇന്ന് ടീച്ചർ പഠിപ്പിച്ച ലെസണിൽ നിന്ന് നമുക്ക് 3 പോയിന്റ് പഠിക്കാം. കൈവിരലിൽ എണ്ണി ആ 3 പോയിന്റ് പറയാൻ കുട്ടിയെ പഠിപ്പിക്കുക. ഇത് പൂർത്തിയാക്കി കഴിയുമ്പോൾ കുട്ടിയെ അഭിനന്ദിക്കണം. കൊള്ളാലോ, നിനക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള 1ാമത്തെ സ്റ്റെപ്പാണ്. ഈ ഒരൊറ്റ വാക്ക് മതി കുഞ്ഞിന് കോൺഫിഡൻസ് ഉണ്ടാവാൻ. കുട്ടിയുടെ ജീവിതം ലക്ഷ്യമില്ലാതെ അലയുന്ന കപ്പൽ പോലെ ആകരുത് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു. കടലിൽ കപ്പലിന് ദിശയില്ലെങ്കിൽ കാറ്റടിക്കുന്നിടത്തേക്ക് അത് പൊയ്ക്കൊണ്ടേയിരിക്കും. നമുക്ക് കൃത്യമായ ദിശയിലേക്ക് കുട്ടിയെ നയിക്കേണ്ടതുണ്ട്, ഒരു വടക്കു നോക്കി യന്ത്രത്തെ പോലെ, അല്ലേ? അപ്പോൾ ഡെയിലി ഗോൾ എഴുതി വെക്കുക എന്നത് കുട്ടിയുടെ ശീലമാക്കാം. അതിനാണ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതണമെന്ന് എന്നും പറയാറുള്ളത്. അല്ലെങ്കിൽ കുട്ടിക്ക് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യമില്ലാതാകും. അതുകൊണ്ട് അമ്മയും വീട്ടിൽ ചെയ്യുന്ന ജോലികൾക്കൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നത് കുട്ടിക്ക് ഒരു മാതൃകയാകാൻ സഹായിക്കും. കുടുംബത്തിനുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഡൈനിങ് ടേബിളിൽ വെച്ചാൽ എല്ലാവർക്കും ആ ടു ഡു ലിസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരും എന്ത് ജോലിയിലാണ് ഏർപ്പെടേണ്ടതെന്ന് തിരിച്ചറിയുകയും ചെയ്യാം. കുട്ടി ഗെയിംസ് കളിക്കുകയോ മൊബൈൽ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും എപ്പോഴേലുമൊക്കെ ഡൈനിങ് ടേബിളിൽ വരാറില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കുട്ടി ഈ ടു ഡു ലിസ്റ്റ് ഒന്ന് കാണും. ക്രമേണേ നമുക്ക് കുഞ്ഞുങ്ങളെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇന്ന് ഈ ഒരു പ്രാക്ടീസ് പറഞ്ഞിട്ട് ഒരു ദിവസം ചെയ്തില്ല എങ്കിൽ അയ്യോ ഇതൊന്നും വില പോവില്ലല്ലോ എന്നൊന്നും ധരിക്കണ്ട. ഇതിന് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്. ഒരു 21 ദിവസം തുടർച്ചയായിട്ടൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നത് കാണാം. അന്ന് കുട്ടി മനസ്സിലാക്കും, എൻ്റെ ജീവിതം വിലപ്പെട്ടതാണ്, എൻ്റെ സമയം വിലപ്പെട്ടതാണ്, എൻ്റെ ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കോൺഷ്യസ് പേരൻറ്റിങ് എന്നത് കുട്ടിയെ കൺട്രോൾ ചെയ്യലല്ല. കോൺഷ്യസ് പേരൻറ്റിങ് കുട്ടി അമ്മയും അച്ഛനും ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കാൻ അവസരമൊരുക്കുകയാണ്. കുട്ടിക്ക് പലപ്പോഴും കേട്ട് മനസ്സിലാക്കുന്നതിലും ഉപദേശം കേട്ട് മനസ്സിലാക്കുന്നതിലും ഇഷ്ടപ്പെടുന്നത് അനുഭവിച്ച് അത് എൻജോയ് ചെയ്യുന്നതിലായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ ശാന്തത കുട്ടി എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം മുതൽ കുട്ടിയുടെ ശ്രദ്ധ പഠനത്തിലേക്ക് വരുമെന്ന് സാരം. കുട്ടിയുടെ പഠനം വഴക്കാവേണ്ട കാര്യമില്ല ഒരു വീട്ടിൽ. കുട്ടിക്ക് സ്വയം പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരുക്കലാണ് കുടുംബത്തിൽ ചെയ്യേണ്ടത്. പഠനം ഒരു ഡെയിലി പീസ്ഫുൾ പ്രാക്ടീസ് ആകണം. നമ്മൾ വൈകുന്നേരങ്ങളിൽ നാമം ജപിക്കുകയും കുരിശു വരയ്ക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുടുംബങ്ങളെയാണ് കാണുന്നത്. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ടോ? പ്രാർത്ഥനാ സമയമായിരിക്കും ഏറ്റവും കൂടുതൽ ശാന്തതയുള്ളത്. അതെ, കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണ് പഠനം. കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണ് പഠനം. വീണ്ടും പറയുന്നു, കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണ് പഠനം. അതുകൊണ്ട് ഒരു ദൈവികമായ കാര്യം ചെയ്യുന്ന ശാന്തതയോടെ വേണം കുഞ്ഞിൻ്റെ പഠനത്തെ അച്ഛനമ്മമാരും മറ്റു മുതിർന്നവരും കാണാൻ. അപ്പോൾ കുട്ടി കൃത്യമായിരുന്ന് ശാന്തതയോടെ പഠിച്ചുകൊള്ളും. ഡീപ് ബ്രീത്ത് എടുക്കാൻ പറയുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വേറൊന്നും പറയണ്ട. ശ്വാസം ഉള്ളിലാണോ പുറത്താണോ എന്ന് കുട്ടിയോടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി. കുഞ്ഞ് ചെയ്തോളും. കുഞ്ഞുങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറുള്ളവരാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാം. കുഞ്ഞുങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കണ്ട് സന്തോഷിക്കാം. കുഞ്ഞ് പഠിക്കാതെ ഇരിക്കുന്നത് കണ്ടാൽ ഉടൻ കോപിക്കരുത്. നിങ്ങളുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളോടുള്ള ദേഷ്യം കുഞ്ഞിൻ്റെ അടുത്ത് തീർക്കാൻ പാടില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്തെ വേദനകളും ഫ്രസ്ട്രേഷൻസും കുഞ്ഞിൻ്റെ അടുത്ത് ഉപയോഗിച്ചുകൂടാ.
കുഞ്ഞിൻ്റെ തലയിലേക്കായിരിക്കും അത് കൊണ്ടുവന്ന് കുടഞ്ഞിടുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം. ഇതിൻ്റെ ആവശ്യമില്ല. കുട്ടി അതൊന്നും സഫർ ചെയ്യാനായിട്ടല്ല നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. കുട്ടിയോട് നമുക്ക് ചോദിക്കാം, എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് പഠനത്തിന് വേണ്ടി അമ്മ എന്താണ് ഇവിടെ സെറ്റാക്കേണ്ടത്? നമുക്ക് കുറച്ച് മോഡേൺ വേർഡ്സൊക്കെ പറയാം. മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റായി, അടിപൊളി എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾ നമ്മുടെ ട്രായ്ക്ക് വന്നോളും. പഠനത്തിന് മുൻപ് ഇന്ന് മുതൽ ഈ വീട്ടിൽ വഴക്കില്ല, തീരുമാനിച്ചോളൂ. പഠനത്തിന് മുൻപ് ഞാൻ കുറ്റപ്പെടുത്തില്ല എൻ്റെ കുഞ്ഞിനെ. പഠനത്തിന് മുൻപ് കമ്പാരിസൺ ഇല്ല. പഠനത്തിന് മുൻപ് ശാന്തമായിരിക്കുക മാത്രം. പഠനത്തിന് മുൻപ് ഒരു ചെറിയ ഗോള് തയ്യാറാക്കുക. ആ ഗോൾ 1 മണിക്കൂറുള്ള ഗോളാണെങ്കിലും മതി. ഇന്ന് ഈ 2 വാചകം പഠിക്കുന്നു, ധാരാളം മതി. ബേബി സ്റ്റെപ്പിൽ അതാണ് ഏറ്റവും പ്രധാനം. പഠനത്തിന് ശേഷം കുട്ടിക്കൊരു അപ്രീസിയേഷൻ കൊടുക്കുക. കുട്ടിയുടെ പഠനം കുട്ടിയുടെ ബ്രെയിനിനോട് യോജിച്ച് കണക്ഷൻ ഉണ്ടാക്കുന്ന, പോസിറ്റീവ് കണക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടി പഠിച്ചുകൊള്ളും. ചെറിയ ചെറിയ ബേബി സ്റ്റെപ്പ് എടുക്കാം. ചെറിയ പ്രാക്ടീസുകളാണ് നാളെ വലിയ പ്രാക്ടീസിന് അടിത്തറയൊരുക്കുന്നത്. നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായി കാണാം. അപ്പോഴേക്കും കുഞ്ഞിനെ പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് എല്ലാവരും കയറ്റി കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയായിരിക്കും കുട്ടിയോട് പഠനത്തെക്കുറിച്ച് പറയുക? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ശീലമായിരിക്കും കുഞ്ഞിന് സാധിച്ചു കൊടുക്കുക? കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.